അമ്മയും അച്ഛനും ചേട്ടനും അടങ്ങിയ കുടുംബത്തിലെ ഇളയ സന്തതിയാണ് മോഹൻലാൽ. അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ലാളനകൾ എത്രമാത്രമായിരിക്കും എന്നത് ഊഹിക്കാനാകില്ല. എന്നാൽ അച്ഛനും ചേട്ടനും ഒപ്പം അമ്മ കൂടി പോയപ്പോൾ ആ മനസ്സിൻ്റെ ശൂന്യത ചെറുതൊന്നുമല്ല. മനസ്സ് തുറക്കുകയാണ് മോഹൻലാൽ. തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ പങ്കുവച്ചിരിക്കുകയാണ് നടൻ മോഹൻലാൽ. തൻ്റെ അഭിനയ ജീവിതം തുടങ്ങിയത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നുവെന്ന് മോഹൻലാൽ പറയുന്നു. നാടകത്തിൽ അഭിനയിച്ചിരുന്നപ്പോൾ താൻ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു എന്നും അദ്ദേഹം ഓർത്തെടുത്തു. കേന്ദ്ര സർക്കാരിൻ്റെ മൈ GOV പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് മോഹൻലാൽ തൻ്റെ കുടുംബത്തെക്കുറിച്ചും അഭിനയത്തിൻ്റെ ആദ്യ നാളുകളെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത്. സ്കൂളിൽ ഒരു നാടകത്തിലാണ് അഭിനയിച്ചത്. അന്ന് ഞാനായിരുന്നു ബെസ്റ്റ് ആക്ടർ. വളരെ സാധാരണ രീതിയിലുള്ളൊരു കുട്ടിക്കാലമായിരുന്നു എൻ്റേത്. എൻ്റെ അച്ഛൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ മികച്ചൊരു കരിയറായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും പോയി. ഞാൻ മാത്രമാണ് എൻ്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നത്. കമ്പ്യൂട്ടർ ബോയ് എന്ന നാടകത്തിലാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഭിനയിച്ചത്. അതിൽ 90 വയസ്സുള്ള ഒരു വൃദ്ധൻ്റെ കഥാപാത്രമായിരുന്നു എൻ്റേത്. പിന്നീട് 10ാം ക്ലാസ്സിൽ നിന്നും കോളേജിൽ നിന്നുമെല്ലാം ഞാൻ ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാനൊരു മിഡിൽ ക്ലാസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ചെറിയ രീതിയിൽ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല സിനിമയിൽ ഒരു നടനായി എത്തുമെന്ന്. അന്ന് എൻ്റെ സുഹൃത്തുക്കളാണ് സംവിധായകർക്ക് എൻ്റെ ബയോഡേറ്റ അയച്ചത്. അങ്ങനെയാണ് ഞാനിപ്പോൾ താങ്കളുടെ മുന്നിൽ ഇരിക്കുന്നത്, മോഹൻലാൽ പറഞ്ഞു. എന്തൊക്കെയായാലും മോഹൻലാലിൻ്റെ ഈ വാക്കുകൾ മലയാളികൾക്ക് വേദനയാവുകയാണ്. അച്ഛനും അമ്മയും ചേട്ടനും പോയതിനു ശേഷം ഇനി ഞാൻ മാത്രം എന്ന വാക്കുകൾ മലയാളികൾ നെഞ്ചിലേറ്റിയിരിക്കുന്നു.